നമ്മളിത് മലയാളത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഡയറക്ടർ വിനീഷ് ഇതിനു മുന്നേ ഒരു പടം ചെയ്തിരുന്നു, തീ കുളിക്കും പച്ചയും മരം എന്ന് പറഞ്ഞിട്ട്. അതിൽ യോഗി ബാബു ഒരു അന്ന് തുടക്കത്തിലാണ് ചെറിയൊരു വേഷം ചെയ്തിരുന്നത്. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഈ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു ആക്ടറാണ് യോഗി ബാബു എന്നുള്ളൊരു ഐഡിയ നമ്മളെ ചർച്ചയിലൂടെ വന്നപ്പോൾ വിനീഷ് ബന്ധപ്പെട്ട്. അപ്പം പിന്നെ യോഗി ബാബു അതുവരെ തമിഴ്നാട്ടിൽ 120ഓളം തിയേറ്ററാണ്, ഇവിടെ ഒരു 40ഓളം തിയേറ്റർ ഉണ്ടാവും. ഹരീഷേട്ടന് നാടകത്തോടാണോ കൂടുതൽ ഇഷ്ടം അതോ സിനിമയോടാണോ? ഇപ്പോഴും സിനിമയിൽ വന്നതിന് ശേഷം നാടകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ? ഇല്ല, നാടകം കുറച്ചായിട്ട് ചെയ്യാറില്ല. ഒരു 2007 സ്റ്റോപ്പ് ചെയ്തത്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സിനിമകളിലേക്ക് വന്നതുകൊണ്ടാണ്. കാരണം നാടകം ചെയ്യാൻ നമുക്ക് നല്ലൊരു സമയം വേണം. ആ സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ സിനിമ പോലെ പെട്ടെന്ന് പോയി ചെയ്യാവുന്നൊരു സൈസ് അല്ല. ഒരുപാട് സമയം വേണ്ടതുകൊണ്ട് മാത്രം മാറ്റി വെച്ചതാണ്. പിന്നെ നാടകം ഞാൻ അത്രയും അധികം കളിച്ചു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ വേറൊരു സത്യാവസ്ഥ എന്താ വെച്ചാൽ നാടകത്തിനെക്കാട്ടും സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസമുള്ളൊരു സ്ഥലമാണ് സിനിമ. സിനിമയിലിപ്പോൾ നാളെ നാടകത്തിലാണത്. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്, നാടകം കാണാൻ ആളുകൾ വരും, തിയേറ്റർ ഉണ്ടാക്കണം, ടിക്കറ്റ് എടുത്ത ആളുകൾ നാടകം കാണാനുള്ള തിയേറ്റർ എല്ലാ ജില്ലകളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നാടകക്കാരൊക്കെ ടാക്സ് അടയ്ക്കുന്നവരായി മാറും. അപ്പം അങ്ങനെ നാടകങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഇതൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് നാടകത്തിലേക്ക് പോക്ക് ചെയ്യുമോ? എല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. എങ്ങനെ എന്താ പുതിയ തലമുറയ്ക്ക് എന്താ കാഴ്ചയില്ലേ?